സിനിമകളിൽ നായക കഥാപാത്രത്തിൽ ഷൈൻ ചെയ്തിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുടെ സഹമന്ത്രിയായി പരിശോഭിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം നന്നായി ആ കർമ്മത്തിൽ പരിലസിക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഏതൊക്കെ മേഖലകളാണ് കൊടുത്തിരിക്കുന്നത്? പെട്രോളിയം, ടൂറിസം, ഇതാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സഹമന്ത്രി സ്ഥാനത്തിന്റെ മേഖലകൾ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് ഈ രണ്ട് മേഖലകളും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്രോളിയം ആണെങ്കിലും ടൂറിസം ആണെങ്കിലും. അപ്പൊ ഈ സഹമന്ത്രി എന്ന് ഉള്ള സ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, പണ്ട് രാജഗോപാൽ സഹമന്ത്രിയായി റെയിൽവേയുടെ ഒക്കെ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന കാലത്ത് മറ്റാരും ചെയ്തതിനേക്കാൾ കൂടുതൽ കേരളത്തിന് വേണ്ടി ചെയ്ത ഒരു സഹമന്ത്രിയായിരുന്നു ഒ രാജഗോപാൽ. അപ്പൊ അദ്ദേഹത്തെ മുൻപിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മന്ത്രി സുരേഷ് ഗോപിക്ക് വളരെ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ ആ കർമ്മശേഷി വളരെ മാത്രവുമല്ല, അദ്ദേഹത്തിന് കടന്നെത്താൻ കഴിയുന്ന മേഖലകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ട് ഈ രണ്ട് മേഖലകളിലും ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ രണ്ട് മേഖലകളും വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ച്? ഇത് രണ്ടും അക്ഷയഖനികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? പെട്രോളിയം മേഖല അക്ഷയഖനിയാണ്. കാരണം കേരളത്തിന്റെ തനതു വരുമാനത്തിന്റെ 20 മുതൽ 25%. എന്താ ഈ തനതു വരുമാനം എന്ന് പറയുന്നത്? കേരളത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനം, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ചേർന്നതാണ് തനതു വരുമാനം, സംസ്ഥാനത്തിന്റെ തനതു വരുമാനം എന്ന് പറയുന്നത്. ആ തനതു വരുമാനത്തിന്റെ 20 മുതൽ 25% വരെ കിട്ടുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. അപ്പൊ 20 മുതൽ 25% വരെ കിട്ടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരു വശത്ത്, മറുവശത്തുള്ളത് ടൂറിസമാണ്. അതിനേക്കാൾ വലിയ അക്ഷയ ഖനി. എന്താ കാരണം? ടൂറിസം മേഖല കേരളത്തിന്റെ GSDPയുടെ 10 മുതൽ 12% വരെ സംഭാവന ചെയ്യുന്ന മേഖലയാണ്. അത് മാത്രവുമല്ല, ഈ ഒട്ടും തന്നെ എന്താ പറയുക, വ്യവസായ സൗഹൃദമല്ലാത്ത കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ, അതായത് ജോഗ്രഫി കൊണ്ട് വ്യവസായ സൗഹൃദമല്ല, നമുക്ക് കുറച്ച് ഭൂമി ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമത് ലേബർ മിലിറ്റൻസി കൊണ്ട് വ്യവസായ സൗഹൃദമല്ല. അങ്ങനെയൊക്കെയുള്ള ആരൊക്കെ സൗഹൃദം എന്ന് വിളിച്ചു പറഞ്ഞാലും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള സംസ്ഥാനത്ത് ടൂറിസം ഏറ്റവും വലിയ വ്യവസായമായി തന്നെ വളരാവുന്ന ഒന്നാണ്. അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ കഴിഞ്ഞാൽ, അതിന് വേണ്ടത്ര കേന്ദ്ര പ്രോത്സാഹനം ലഭിച്ചാൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടും സംസ്ഥാനത്തിന്റെ അക്ഷയ ഖനികളാണെന്ന്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പെട്രോളിയത്തിലേക്ക് പോകാം. കാരണം പെട്രോളിയത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ ആദ്യം പതിയേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, 2014 മന്ത്രിസഭ ഫോം അതായത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രചാരണത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് BJP ഗവൺമെന്റ് UPA ഗവൺമെന്റിനെതിരായിട്ട് കൊണ്ടുവന്നത്. അതായത് അന്നത്തെ പെട്രോളിയം വില എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, 2010-14 കാലഘട്ടത്തില് $140 വരെ ഒരു ബാരൽ ക്രൂഡിന് അന്താരാഷ്ട്ര വിപണിയിൽ വിലയുണ്ടായിരുന്നു. ഒരു ബാരൽ എന്ന് പറയുമ്പോൾ 149 ലിറ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാരൽ പെട്രോളിയം ക്രൂഡ് ഓയിലിന് 140 രൂപ വരെ വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് ആണ് ഇവിടെ 75-85 റേഞ്ചിലായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേരളത്തില്. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ അങ്ങനെ വില കുറച്ച് നിർത്തിയിട്ട് പോലും ആ ഗവൺമെന്റിനോട് ഞങ്ങൾ 50 രൂപയ്ക്ക്, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുക്കും എന്ന് പറഞ്ഞാണ് ജനങ്ങളെ ആകർഷിക്കാനായിട്ട് ശ്രമിച്ചതും ആകർഷിച്ചതും. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ തന്ത്രമായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്കറിയാം, $80-90 ചുറ്റുവട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില. അപ്പോഴും
നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില എത്രയാണ് പെട്രോളിനും ഡീസലിനും എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയണ്ട, നിങ്ങൾ അനുഭവസ്ഥരാണല്ലോ. അതുകൊണ്ട് തന്നെ 100ന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ് പെട്രോൾ ഡീസൽ വിലകൾ. അത് 115 വരെയൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ എലക്ഷൻ വരുന്നതും ഒക്കെ പ്രമാണിച്ചാണ് കുറച്ച് കുറവ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ പാചകവാതകത്തിന്റെ വിലയും ഒക്കെ നമുക്കറിയാം. അപ്പൊ ആ അവസ്ഥയിൽ ഒരു മാറ്റം വരുന്നത് തീർച്ചയായിട്ടും അഭികാമ്യമാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് മന്ത്രി സുരേഷ് ഗോപി അറിയണം. എന്താണ് പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് ഞാൻ പറയാൻ കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ധനത്തിന്റെ വകയില് കേന്ദ്രത്തിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെയെന്നല്ലേ, കേന്ദ്രം ഇടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള നികുതി, അത് കഴിഞ്ഞ് സർചാർജ്, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ വീഴുന്നത് കേരളത്തിന്റെ മോളാണ്. എന്താണ് അതിന്റെ കാരണം? ദേശീയ ശരാശരി, അതായത് 1000 മനുഷ്യർക്ക് 18 വാഹനങ്ങളാണ് ഇന്ത്യയുടെ ശരാശരി. പക്ഷേ കേരളത്തില് 1000 പേർക്ക് 466 വാഹനങ്ങളാണ് ശരാശരി ഉള്ളത്. അപ്പോൾ കേരളത്തിലെ വെഹിക്കിൾസിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ പെട്രോളും ഡീസലും കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇട്ടിരിക്കുന്ന നികുതി വളരെ കൂടുതൽ വാഹനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളീയരാണ് ഈ പറയപ്പെട്ട പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ നികുതി വഴിയായിട്ട് കേന്ദ്രത്തെ കൂടുതൽ, അതായത് ശരാശരി നോക്കുമ്പോൾ വളരെ കൂടുതൽ സേവിക്കുന്നത്. ദാറ്റ്സ് വൺ തിങ്. രണ്ടാമത് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്താനുള്ളത്, കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മാത്രമല്ല ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും, അതായത് നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കും കേൾവിക്കാർക്കും അറിയാം. കാരണം ഉപഭോഗത്തിനുള്ള എല്ലാ വലിയ തോതിൽ ഉപഭോഗം നടത്തുന്നു. പക്ഷെ അതിനുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒക്കെ തന്നെ, അതായത് അത് ഭക്ഷ്യോൽപ്പന്നമാകട്ടെ, ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളാകട്ടെ, ഇലക്ട്രോണിക് ഗുഡ്സ് ആകട്ടെ, എന്തുമാകട്ടെ, സിമന്റ് ആകട്ടെ, കമ്പിയാകട്ടെ, ഏത് സാധനവുമാകട്ടെ, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്താണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി? അവിടെ എല്ലാത്തിനും ഇന്ധന ചെലവ് വളരെ കൂടുതലാണ്. ദൂരെ നിന്ന് കൊണ്ടുവരുന്നു. അതായത് പെട്രോളിന്റെയും ഡീസലിന്റെ പ്രത്യേകിച്ചും വില, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഡീസൽ വിലകൾ. അപ്പൊ ഈ ഡീസൽ വില ഉയർന്നു നിൽക്കുന്നു, പെട്രോളിയം വില ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വിലയിൽ വൻ കയറ്റമുണ്ടാകും. ഇനി ഒന്നും കൂടി നോക്കാം നമുക്ക്. ഇപ്പൊ എന്താണ് ഭക്ഷ്യവില? റിസർവ് ബാങ്കിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് കാലത്ത് തീരുമാനിച്ചതാണ് ഉപഭോക്തൃ വില സൂചിക 4.6 ആ റേഞ്ചിൽ നിൽക്കണം. 4%-നും 6%-നും ഇടയ്ക്കുള്ള റേഞ്ചിൽ നിൽക്കണം. അതിന് മുകളിൽ പോകാൻ പാടില്ല. പക്ഷെ കോവിഡ് കാലത്ത് ഒത്തിരി മുകളിൽ പോയിരുന്നു കേട്ടോ. പിന്നെ അതിനെ പതുക്കെ സപ്രസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോ ഉപഭോക്തൃ വില 4.83% എത്തി നിൽക്കുകയാണ്. അതായത് അത്ര അപകടകരമല്ലാത്ത ഒരു നില. 4നും 6നും ഇടയ്ക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ച മോണിറ്ററി പോളിസി കമ്മിറ്റി ഇപ്പോൾ അത് 4.83% എത്തി നിൽക്കുന്നു. പക്ഷേ ഉപഭോക്തൃ വിലയിൽ ഭക്ഷ്യവില മാത്രം പുറത്തേക്ക് എടുത്താൽ ഭക്ഷ്യവില 8.79% നിൽക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ പ്രസക്തി വളരെ വ്യക്തമാണല്ലോ. അതായത് ഇത്ര ഉയർന്ന ഭക്ഷ്യവില നിലനിൽക്കുന്ന സമയത്ത് അരി മുതൽ മറ്റു പച്ചക്കറികൾ മുതൽ പഴവർഗ്ഗങ്ങൾ മുതൽ നമുക്ക് വേണ്ട എല്ലാ ഭക്ഷ്യോപയോഗ സാധനങ്ങളും, ഒരു പക്ഷേ എഡിബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കേരളത്തിൽ കാണും. പക്ഷെ കേരളത്തിൽ പലരും സൂര്യകാന്തി പോലെയുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതിന്റെ വിലയിലും പഞ്ചസാര തൊട്ട് എല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവില കയറ്റം ഉയർന്നു നിൽക്കുന്നത് കേരളത്തിന് വലിയ നിരാശാജനകമാണ്. അത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം, കേരളത്തിലെ എന്താണ് പറയുക, ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അങ്കണവാടി ടീച്ചേഴ്സിന്റെ ശമ്പളം മുടങ്ങുമെന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ കൈത്തറി മേഖലയിലുള്ളവർക്ക്
ശമ്പളം ഒരുപാട് പ്രാവശ്യം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടുമിക്ക മേഖലകളും പാവപ്പെട്ടവർ അന്നം കൊടുക്കുന്ന പല മേഖലകളിലും വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യവിലക്കയറ്റം അവരെ വല്ലാതെ ശ്വാസം മുട്ടിക്കും. ഇങ്ങനെ ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നു നിൽക്കുമ്പോൾ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ അത് കൃത്യമായിട്ടും ചെയ്യുകയാണ് എങ്കിൽ ഇന്ധന വിലയിൽ കുറച്ച് ഇളവുണ്ടാകും. അങ്ങനെ ഇളവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിരിക്കും കേരള സംസ്ഥാനം, താങ്കളുടെ പ്രജകൾ എന്ന കാര്യം താങ്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇത് കേൾക്കുന്നവരും ബഹുമാനപ്പെട്ട മന്ത്രിയും പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വിപണിക്ക് വിട്ടില്ലേ? ശരിയാണ്. 2002 വാജ്പേയി ഗവൺമെന്റ് ആണ് പെട്രോളിയം വിലകൾ വിപണിക്ക് വിടാനുള്ള തീരുമാനമെടുത്തത്. പക്ഷെ അദ്ദേഹം അന്നേരം വിട്ടില്ല. ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് കുറെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിൽ എടുത്തു കൂട്ടിയ ഓയിൽ ബോണ്ടുകൾ, അതിൻ്റെയൊക്കെ പണമൊക്കെ കടമൊക്കെ വീട്ടി കഴിഞ്ഞിട്ട് ക്രമേണ ഇതിനെ വിപണിക്ക് വിടുക. 2004 വന്ന UPA ഗവൺമെന്റ് ആ വാജ്പേയി കൊണ്ടുവന്ന നയം, അതായത് പാർലമെന്റ് വഴി പാസാക്കിയ നിയമം, ആ നിയമം സ്വീകരിച്ചു. ആ നിയമം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി 2010 ആയപ്പോഴേക്കും ഈ ഓയിൽ ബോണ്ടിന്റെ കടമെല്ലാം വീട്ടിക്കഴിഞ്ഞ് UPA ഗവൺമെന്റ് ആദ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിടുന്നു 2010. പിന്നെ 2014 ഡീസൽ വിപണിക്ക് വിടുന്നത്. അപ്പൊ രണ്ടും വിപണിക്ക് വിട്ടു. അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മന്ത്രി സുരേഷ് ഗോപിക്ക് ഈ തരത്തിൽ ഇടപെടാൻ കഴിയുക? അവിടെയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളത്. അതായത് മന്ത്രിക്ക് ഇടപെടാൻ കഴിയും. എന്തുകൊണ്ട്? കാരണം ഇന്ത്യയിലെ അതായത് മുകേഷ് അംബാനിയുടെ ഓയിൽ കമ്പനി ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഓയിൽ കമ്പനികളും, അതായത് റീഫൈനറീസ് ആണെങ്കിലും വിതരണ കമ്പനികളാണെങ്കിലും ഒക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ അധികാരത്തിന് കീഴിൽ വെച്ചാൽ 100% ഓഹരികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൈവശമായിരുന്നു. അത് നമ്മുടെ നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതായത് അസറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുക, ആ നയം വന്ന കാലം മുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. പക്ഷേ അതായത് മോദി ഗവൺമെന്റ് വലിയ തോതിൽ അത് വിറ്റഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും വിൽപ്പന നടന്നില്ല. ഓരോ ബജറ്റിലും ഒരു അജണ്ട വെക്കും, ആ അജണ്ടയ്ക്ക് അനുസരിച്ച് വിൽപ്പന നടക്കുന്നില്ല. അതുകൊണ്ട് 51 മുതൽ 67 വരെ ശതമാനം വരെ, 51 മുതൽ 67% വരെ, അതായത് മജോറിറ്റി ഓഫ് ഷെയർസ്, ഈ കമ്പനികളുടെ മജോറിറ്റി ഷെയർസും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കരങ്ങളിലാണ്. അപ്പം മേജർ സ്റ്റേക്ക്, അതായത് മജോറിറ്റി ഷെയറുകൾ ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് എന്ത് സാധ്യതയാണുള്ളത്? പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ആക്ട് അനുസരിച്ച് അതിന്റെ 8ാം അധ്യായം 42ാം വകുപ്പ്, ഞാൻ ഒന്നോടെ പറയാം. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ആക്ട് 8 അധ്യായം 8 വകുപ്പ് 42 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഈ പെട്രോളിയം കമ്പനികളുടെ വില നിയന്ത്രണ അധികാരത്തെ സ്വാധീനിക്കാം. അതിന്റെ തെളിവ് നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഇലക്ഷന്റെ പ്രചാരണം വരുന്ന, അതായത് ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത തലേ ദിവസം എന്ന രീതിയിലാണ് പാചകവാതകത്തിന്റെ, അതായത് ഹൗസ് ഹോൾഡ് യൂസിനുള്ള 14 കിലോ പാചകവാതകത്തിന്റെ വില 1100 നിന്ന് 912 രൂപയായിട്ട്, പാചകവാതക ഗ്യാസിന്റെ 14 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 1100 രൂപയിൽ നിന്ന് 912 രൂപയായിട്ട് കുറച്ചു. അത് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവല്ലേ? അതുപോലെ തന്നെയാണ് കമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ വിലയിലും കിഴിവുണ്ടായിട്ടുണ്ട്. അപ്പം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അത് പാചക ഗ്യാസ് ആകട്ടെ, ഡീസൽ ആകട്ടെ, പെട്രോൾ ആകട്ടെ, ഇതിന്റെ വിലയിൽ ഗവൺമെന്റിന് ഇന്റർഫിയർ ചെയ്യാൻ കഴിയും എന്നതിന്റെ തെളിവുകൾ ഗുജറാത്ത് ഇലക്ഷൻ കാലത്തും അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന 5 സംസ്ഥാന ഇലക്ഷൻ കാലത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ഈ ഇതിനകത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് പഠിക്കുകയും ഇതിനകത്ത് കഴിവതും
സാമർഥ്യപൂർവ്വം ഇടപെടുകയും, അതായത് സിനിമകളിലൊക്കെ നായക വേഷം കെട്ടി ത്രില്ലടിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണ കാര്യത്തിലും നന്നായി ഇടപെട്ട് ത്രില്ലടിപ്പിക്കണം കേരളത്തിലെ ജനങ്ങളെ എന്നാണ് എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കുവാൻ ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ അത് പെട്രോളിയത്തിന്റെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. അതിപ്പോ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നയാളാണ്. രണ്ടാമത് നമ്മുടെ നമ്മുടെ ടൂറിസം മേഖലയാണ്. അതും അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് ഒപ്പ് വെക്കാവുന്ന ഒരു മേഖലയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ GSDPയുടെ 10 മുതൽ 12% വരെ, അത് 15%, 20% ഉയർത്താൻ പറ്റും. അതിനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യലിന്റെ 10% പോലും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ കേരളം അങ്ങോളം ഇങ്ങോളം ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഈ ടൂറിസം പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്താൽ പോരാ, പ്രത്യേകമായിട്ട് വയനാട് പോലെയുള്ള ജില്ലകളിലേക്ക് കയറി ചെല്ലണം, അതിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെല്ലണം. അപ്പോഴാണ് ആ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട്, എടയ്ക്കൽ ഗുഹ പോലെ ഉള്ളിടങ്ങളിൽ വയനാട് ജില്ലയിൽ ചെന്നാൽ, വൈത്തിരി പോലെ, അതുപോലെ തോൽപ്പെട്ടി പോലെ ഉള്ള മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലണം. അപ്പോഴാണ് ആ ടൂറിസം പൊട്ടൻഷ്യൽ എത്ര വലിയ തോതിൽ ഉണ്ട്, അത് ഇതുവരെ ആരും ടാപ്പ് ചെയ്തില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതിശയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സംസ്ഥാനത്തേക്ക് വലിയ സാധ്യതകൾ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ധാരാളമായിട്ട് കിട്ടും. കാരണം നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യലിൽ അസൂയയോടുകൂടി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വേണ്ട രീതിയിൽ ടൂറിസ രംഗത്ത് കയ്യൊപ്പ് ചാർത്തുന്നു എങ്കിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി ടൂറിസത്തെ മാറ്റാൻ പറ്റും. അതായത് യഥാർത്ഥത്തിൽ അക്ഷയഖനിയാക്കി ടൂറിസത്തെ മാറ്റാനുള്ള സാധ്യതകൾ കിടക്കുകയാണ്.